സുൽഫെക്സ് വാങ്ങൂ, സുഖമായി ഉറങ്ങൂ. ഉറക്കം സൂപ്പറായാൽ പിന്നെ എല്ലാം സൂപ്പർ അല്ലേ? ആസ്റ്റർ കാർഡിയാക് സയൻസസ് അവതരിപ്പിക്കുന്നു ഹാർട്ട് ആന്തം. നിങ്ങളുടെ ഹൃദയത്തെ ആരോഗ്യവാനാക്കാൻ ഒരു മ്യൂസിക്കൽ ഡെഡിക്കേഷൻ. ഏത് ബാധയാണെങ്കിലും ഇവിടുന്ന് അതിൻ്റേതായിരിക്കുന്ന രീതിയിൽ തീർന്നു കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ വിളിക്കും, പ്രാർത്ഥനയ്ക്ക് വിളിക്കേണ്ട ഇപ്പോൾ ഇതെല്ലാം പുറത്ത് വരണമെങ്കിൽ ചിലത് മൊയ്തീശങ്ങൾ എന്ന് പറയും. അപ്പോൾ ഗൗസില്ലാമിൻ്റെ പേരെല്ലാം വിളിക്കുമ്പോഴാണ് പ്രാർത്ഥനയിൽ ഇപ്പോൾ ഈ ബാധകളെല്ലാം പുറത്ത്, ഏത് ജാതിക്കാരാണെങ്കിലും അത് പുറത്ത് വരും. ഇവിടുത്തെ ശക്തിയാണ് ചെയ്യുന്നത്. നമുക്കായിരിക്കും ഒരു കൂടുതൽ ഒന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ചോളാം. ഇവിടെ മഹാസൗഹാർദ്ദം തന്നെ. പണ്ട് കളരി ഉപ്പാപ്പ ഉണ്ടാകുമ്പോഴും അദ്ദേഹം അങ്ങനെ വളരെ സൗഹാർദ്ദത്തിലാണ്. ഈ നമ്മൾ നിസ്കാരം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഈ വിളക്ക് വെക്കൽ പണ്ട് ഇപ്പോഴും അതേപോലെ വെക്കണം, അതൊന്ന് നിഷേധിച്ചിട്ടാണ്. നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിം പള്ളിയുടെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. കേട്ടാൽ വിചിത്രമെന്ന് തോന്നുമെങ്കിലും ഈ പള്ളിയിൽ രാത്രിയല്ല, ഒരു വൈകുന്നേര സമയത്ത് നിലവിളക്ക് കൊളുത്തിയാണ് ഇവിടെയുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ യാതൊരു വേർതിരിവുകളുമില്ല. ആർക്ക് വേണമെങ്കിലും വരാം, പ്രാർത്ഥിക്കാം, അനുഗ്രഹം തേടാം, തിരിച്ചു പോകാം. ആ പള്ളിയുടെ ആ തിരി കൊളുത്തി നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ആ പള്ളിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. വിഷമമുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ആൾക്ക് വരാം. പിന്നെ നിഷേധിക്കുന്ന ആളോട് പിന്നെ എന്നുണ്ടെങ്കിൽ അവർ നിഷേധിക്കാൻ നിൽക്കണ്ടെന്നാണ് പറയാനാണ്. അപ്പോൾ അങ്ങനെയാണ്. അതെല്ലാം ഉള്ളതന്നെ. അതിന് പിന്നെ ആരും പിന്നെ അതിന് എന്തെങ്കിലും തെളിവും കാര്യം പോകണമെങ്കിൽ ഈ വിളിക്കുന്ന ആൾ നമ്മളുമായി കോണ്ടാക്ട് ചെയ്താൽ മതി. എനിക്ക് പിന്നെ ഈ കണ്ണേറ് ഈ മനുഷ്യന്മാർ ഇങ്ങനെ പറഞ്ഞിട്ട് പണിയെല്ലാം എടുക്കുമ്പോൾ ഒന്ന് തടി തളർച്ചയും എല്ലാം ക്ഷീണമെല്ലാം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് പറഞ്ഞു വെച്ചാനോട്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് വരുത്തൊന്നുമില്ല, നിങ്ങൾക്ക് കണ്ണേറാന്ന് മനുഷ്യൻ്റെ, അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നത്ര വരും പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ കയറെല്ലാം ഞാൻ ഇടുന്നു മണിക്കും, വെള്ളം കുപ്പിയിൽ വെക്കും, എണ്ണയെല്ലാം കൊണ്ട് അതെല്ലാം ചെയ്യും. അത് പിന്നെ എനിക്ക് കുറച്ച് പാങ്ങുണ്ട്. കളരി ഉപ്പപ്പ എന്ന് പറഞ്ഞാൽ പണ്ട് ബല്ലാക്കന്മാർ എന്ന് പറയും നാട് ഭരിക്കുന്നത്. അത് 800-1000 വർഷങ്ങൾക്ക് അതാണ് നമുക്കറിയാം, നമുക്ക് കേട്ടറിവാന്ന്. ചെറിയ ചെറിയ രാജ്യഭരണം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബല്ലാക്കന്മാർ വന്നിട്ട് കൈകയറിയിട്ടാകുമ്പോൾ അവർ ആദ്യം കൈകയറുന്ന ഈ പെണ്ണുങ്ങളെല്ലാം, ഇന്നത്തെ ഈ പിള്ളേരെയും മറ്റതെല്ലാം പിടിച്ച് പറിക്കലും ഭയങ്കര ദ്രോഹമാണ്. അത് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ അതിലൊരു വിദ്യാഭ്യാസമുള്ള ഒരു തമ്പുരാട്ടിക്കുട്ടി ഉണ്ടായിന് ഈ കോടോക്കാറയിൽ ചെറുത്. ഇത് എല്ലാം പിടിച്ച് വരും എന്ന് പറയുമ്പോൾ വേറെ രക്ഷയില്ല. അങ്ങനെ അവരെ ബന്ധുക്കളുണ്ട് ഇവിടെ മലപ്പുറം അങ്ങോട്ടേടിയോ അന്ന് ഭരിക്കുന്ന ഒരു രാജാവാണ്. അവിടെന്ന് അതിൻ്റെ വ്യക്തമായത് അറിയില്ല. എല്ലാ സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ആളുകളും ഇവിടെ വരുന്നുണ്ട്. പിന്നെ എല്ലാ ജാതിക്കാരും ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. പിന്നെ സന്ധ്യയ്ക്ക് ഇവിടെ ഉപ്പാപ്പാൻ്റെ വെളി എന്നുണ്ടെങ്കിൽ വിളക്കിലാണ് ഇവിടെ അകത്ത് ഉള്ള വെളി വിളക്കിലാണ് കത്തിക്കുന്നത്. അത് ഒരു സമയത്ത്. അപ്പോൾ ഞങ്ങൾ സമയം പറഞ്ഞാൽ മഗ്‌രിബിന് ആ സന്ധ്യയ്ക്ക് മുമ്പ് വാങ്ങൊടുക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പ് ആ വെളി കത്തിക്കണം. അത് ഒളു എടുത്തിട്ട് നിസ്കാരത്തിൻ്റെ കണ്ടീഷനിൽ നമ്മളിപ്പോൾ എങ്ങനെയാണോ നല്ല കുളിച്ച് ഡ്രസ്സെല്ലാം നല്ലത് ഇതാക്കിയിട്ട് അതിൻ്റേതായിരിക്കുന്ന രീതിയിൽ ഒളു എടുത്ത് പിന്നെ കിഴക്കോട്ട് തിരി ആക്കിയിട്ട് പടിഞ്ഞാറോട്ട് നിന്നിട്ടാണ് വെളി കത്തിക്കേണ്ടത്. അവിടെ പോയിട്ട് പറഞ്ഞിട്ടാകുമ്പോൾ അവർ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ചെറിയ ആയുധം പഠിപ്പിച്ച് തരാം, അങ്ങനത്തെ ആളെ അയച്ചു തരാം, ഈ സൈന്യത്തെ അയക്കാൻ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടൊന്നും പിന്നെ നടക്കില്ല, അപ്പോഴെല്ലാം തീരും. അങ്ങനെ അവർ വേറൊരു കുരുക്കളുണ്ട്, അത് ഹിന്ദുവാണ്. അപ്പോൾ ആ കുരുക്കൾ പറഞ്ഞ് എനിക്ക് വന്നാലും നടക്കൂല. അവിടെ വേറൊരാളുണ്ട്, കാര്യമായ ഒരാൾ. അയാളാണ് ഈ കളരി ഉപ്പപ്പ. അയാൾ പണ്ഡിതനാണ്. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഈ ഉസ്താദ്. പിന്നെ അതല്ലാതെ കളരി പയറ്റാൾ. പിന്നെ പ്രത്യേക ഒരു കഴിവ് അയാൾക്ക്, ഒരു ശക്തി, ഇതെന്നറിയില്ല, ഞങ്ങളിലൊരു കറാമത്ത് എന്ന് പറയും. എൻ്റെ കണ്ണ് കാണുന്നുണ്ടായിട്ടാ. പിന്നെ എനിക്ക് ശരിക്കും സംസാരിക്കാൻ കഴിയുന്നുണ്ടായിട്ടാ, നാവൊന്നും അറിയുന്നുണ്ടായിട്ടാ. ഒരു പൊട്ടത്തിന് എനിക്കുണ്ടായത്. അതൊരു അസുഖം പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ ഡോക്ടർമാർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ വന്ന് പെട്ടേ പിന്നെയാണ് എനിക്ക് ഈ അസുഖത്തിൻ്റെ കാരണം എന്തേനും എങ്ങനെ വന്നതെന്നും എല്ലാം മനസ്സിലായത്. പിന്നെ ഇവിടുന്ന് വരുമ്പോൾ നല്ലോണം ഇങ്ങനെ അളയിക്കൊണ്ട് എന്തെല്ലാം ആവും. ഇവിടെ വന്നാൽ ഇവിടുന്ന് വീട്ടിലേക്ക് പോയിട്ട് ശരിയാവും. പിന്നെ ജോലിക്കെല്ലാം ഞാൻ പോകുന്നുണ്ട്, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടെ വന്നേ പിന്നെയാണ് അതിന് ബുദ്ധിമുട്ടില്ലാത്ത. നമുക്കൊരു വേദന ഇവിടുന്ന് എനിക്ക് ശരീരത്തിൽ മൊത്തം വേദന, കണ്ണൊന്നും കാണില്ല. അപ്പോൾ ആ സമാധാനം നമുക്ക് എപ്പോൾ കിട്ടുന്ന സമയം, ആ സമയത്തെല്ലാം ഇവിടെ വരും, ഇവിടെ കിടക്കും, ഇവിടുന്ന് പ്രാർത്ഥിക്കും. ഇവിടുത്തെ ആ വെള്ളം അതന്നെ മരുന്ന് തന്നെ കുടിക്കൽ.
ആ വെള്ളം എണ്ണ മേലോട്ടാകെ തടും. അപ്പോൾ നല്ല സുഖം കിട്ടും. പിന്നെ എല്ലാ ജാതിക്കാരും എല്ലാ പിന്നെ പണ്ഡിതന്മാരും ഉസ്താക്കന്മാരും പിന്നെ ഇതിൽ പിന്നെ ജ്യോതിഷന്മാരടക്കം ഹിന്ദു സമൂഹത്തിൽപ്പെട്ട എന്നുണ്ടെങ്കിൽ ജ്യോതിഷന്മാരടക്കം ഇവിടെ വരുന്നു. എല്ലാവർക്കും ഇവിടെ പ്രവേശനമുണ്ട്. പിന്നെ തെയ്യം പിന്നെ കെട്ടി പിന്നെ ആടുന്ന ആൾക്കാർ വരും. പിന്നെ ആര് വന്നാലും ഏതിന് ഈ നമ്മളെ താഴ്ന്ന തട്ടിലുള്ള ആൾക്കാർ വന്നാലും ഇവിടെ ഒരേപോലെ സ്വീകരിച്ച് പിന്നെ അമുസ്ലിം സഹോദരന്മാർക്കാണ് ഇവിടെ ഈ മാനേജ്മെൻറ്റ് പ്രധാനം കൽപ്പിക്കുന്നുള്ളത്. ഞങ്ങൾ ആൾക്കാർ വന്നാൽ ഇപ്പോൾ ദുആ ചെയ്തിട്ട് അവർ പോകും. അതല്ല, ബാക്കിയുള്ളവർ വരുമ്പോൾ അവരെ ഒരു മൊഴിവാക്ക് പറഞ്ഞ് ഇവിടെ ഏൽപ്പിക്കുക, അവരെ കാര്യങ്ങൾ പറയുക. പിന്നെ ഞങ്ങളെ രീതിയിൽ പ്രാർത്ഥിക്കും. ആദ്യം അവരെ കാര്യങ്ങൾ ഏൽപ്പിച്ചതിന് ശേഷം പിന്നെ ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് അറിയില്ലല്ലോ ഇവിടെ ഈ ഉപ്പാപ്പാൻ്റെ ഈ സാന്നിധ്യത്തിൽ വന്നിട്ട് എന്ത് പറയണം. എല്ലാം നമ്മൾ ഏൽപ്പിച്ചതിന് ശേഷം നമ്മൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്, ഉപ്പാപ്പാനെ ശാസി നിർത്തിയിട്ട്. ഈ കണ്ണുറെല്ലാം വെച്ചിട്ട് എനിക്ക് ഒന്നും മിണ്ടുവാനേ കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഇങ്ങനെ പണിയെടുക്കുമ്പോഴെല്ലാം കയ്യും കാലും കടച്ചലും ഇങ്ങനെയെല്ലാം ഉണ്ടായി. അതെല്ലാം പാങ്ങുണ്ട് എനിക്ക്. എന്തൊക്കെ കയ്യാൽ പാഞ്ഞ് നമുക്ക് കൊടുക്കും. ഞാനൊരു ആട്ടുകുട്ടനെ കൊടുത്തുകൂടാ, ആട്ടിന് സുഖമില്ലാഞ്ഞിട്ട് ഇവിടത്തേക്ക് ഞാനൊരു കുഞ്ഞിനെ കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആട്ടിനെല്ലാം സുഖമായി ആട്ടുകുട്ടം വലുതായിട്ട് ഇത്ര കിലോ ആട്ടുകുട്ടനാകുമ്പോൾ ഞാനിവിടെ കൊണ്ട് കൊടുത്തു. പൈസക്കല്ല, ഇവിടത്തേക്ക് നേർച്ചക്ക് കൊടുത്തു. അതിന് സുഖമായി അമ്മക്കും കുഞ്ഞിക്കെല്ലാം മറ്റേ ഏറ്റുങ്ങൾക്ക് എണ്ണ പിന്നെ ഇവിടുന്ന് കുപ്പിയിൽ തരും, ഇത്ര കിലോ കുപ്പിയിൽ. അത് നമുക്ക് എവിടെയെങ്കിലും നൊമ്പലിലെടുത്ത് തൊട്ട് തഴ നായിനും വെക്കാം, മൂർത്തിക്കും വെക്കാം, എല്ലാം ആക്കാം. അത് തീരുമ്പോൾ ആദ്യം വന്നിട്ട് തരും, പൈസയൊന്നും കൊടുക്കണ്ട. പിന്നെ അങ്ങനെ ഇവർ ആടുന്ന രാജാക്കന്മാരും മറ്റേ ഇവരും ഈ തമ്പുരാട്ടിക്കുട്ടിയും എല്ലാവരും പോയി അവരെ കണ്ട് അവർ ആ ഒരു ഇത് കണ്ടിട്ട് പെണ്ണുങ്ങളെ ദ്രോഹിക്കുന്ന കണ്ടിട്ട് അവർക്ക് മനസ്സ് വന്ന് അവരെല്ലാം വന്ന് അപ്പോൾ ആ വരുമ്പോൾ അവരെ ഒരു ദൈവാനുഗ്രഹം ചാമുണ്ടി എന്നെല്ലാം പറഞ്ഞിട്ട് അവരെ ധരിക്കുന്ന ഒരു വിശ്വാസത്തോടു കൂടി ഇവിടെ വരികയും ഈ പ്രദേശത്ത് എത്തിയതിന് ശേഷം ഈ ഇവരെ ഉണ്ടായി. യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരെ ശക്തിയിൽ തന്നെ എല്ലാം ഇതാക്കി പിന്നെ കുറച്ച് ഇവർ പഠിപ്പിച്ചു കൊടുത്ത്. ചാമുണ്ടി എന്ന് പറഞ്ഞാൽ ആടെ ചാമുണ്ടിയാണ്. ആ ചാമുണ്ടീൻ്റെ അത്രയും സ്നേഹവും ഇവിടെയും ആ ഓരോ ദൈവമായിട്ട് രണ്ടാളും അത്രയും അടുപ്പത്തില്ല. അവിടെ നിന്ന് കൊടുന്നു ഈ തമ്പുരാട്ടി കുട്ടി ചാമുണ്ടീനെ വന്ന് ഈ ഉപ്പപ്പാനെയും കൊടുന്നു. അങ്ങനെ ഉപ്പപ്പ ഇവിടെ വന്നതിന് ശേഷം ഇതെല്ലാം കിട്ടിയ ശേഷം നാട്ടിൽ പോയില്ല. 600 ഏക്കർ സ്ഥലം ഈ രാജാക്കന്മാർ ഈ തമ്പുരാട്ടീൻ്റെ അച്ഛൻ കൊടുത്തു. പിന്നെ നമുക്ക് സ്വപ്നത്തിൽ പലത് കാണിച്ചു. ഇവിടെ ആദ്യം കാണിച്ചു തന്നത് അതായത് സർപ്പം ഇപ്പുറം. ഇപ്പോൾ കുറച്ച് കാലം മുമ്പേ, അതായത് 1 മാസം മുമ്പേ അപ്പുറം മാതാവിനെ കാണിച്ചു തന്നത്. അതായത് സരസ്വതി ദേവി എങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോയിൽ നമ്മൾ കാണുമല്ലോ, സാരിയെല്ലാം നെറിഞ്ഞു കൊടുത്തിട്ട്. അതുപോലെ ഞാൻ അവിടെ കടുക്കുമ്പോൾ എൻ്റെ തലക്കോത്തും എന്നിട്ട് അങ്ങനെ ആ പീഠത്തിൽ ഇരിക്കുന്ന കണ്ടത്. അപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞു തരും. ഞാൻ അനാഥ എന്നിട്ടാണ് കരയില്ല എപ്പോഴും. പുറത്തുനിന്ന് അതായത് നമ്മളെ ബന്ധുക്കൾ പോലും നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു രോഗമാണിത്. ആരും സ്വീകരിക്കില്ല. എല്ലാ ദിക്കിലും എത്രയോ ചികിത്സ ചെയ്തിന് ഞാൻ. അതിലൊന്നും എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ വന്ന പിന്നെ എന്നാ മാറ്റം. ഹിന്ദുക്കൾ മുസ്ലിം എന്നില്ല. ഇവിടെ എല്ലാവരും ഒരേ ഘട്ടം, ഒരേ ഭക്ഷണം. അതൊരു ഭയങ്കരമായൊരു അതിശയമാണ്. പക്ഷെ ഇവിടെ 2 ഇത് കാട്ടിക്കുന്നുണ്ട്. ഈ ഉപ്പാപ്പ എന്ന് പറയുന്ന ആളെ രൂപം ഞാൻ കണ്ടിട്ടാ. പക്ഷെ എനിക്ക് ഇളകിയിട്ടാൻ പറയും, കറുത്തിട്ട് ചിരിക്കുന്ന അങ്ങനെ പറയും. ബീഫ് ഇവിടെ എന്നുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഇവിടെ കൊണ്ടുവരലോ ഇവിടെ വെക്കലോ ഇല്ല. ഇവിടുത്തെ അത് നമ്മളെ ഈ അടുത്ത പള്ളിയിലുണ്ട്, ബാവിക്കര പള്ളിയിൽ എന്നുണ്ടെങ്കിൽ ആടാണ് ആടെ, പാറപ്പള്ളിയിലും അങ്ങനെ. അതെല്ലാം നമ്മളൊരു സൗഹാർദ്ദം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടുമ്പോൾ എല്ലാവർക്കും കഴിക്കാനുള്ളൊരു ഭക്ഷണം ആയിരിക്കണം നമ്മൾ ആടെ കൈകാര്യം ചെയ്യുന്നത്. ആ രീതിയിലാണ് കൊണ്ട് നടക്കുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മളിപ്പോൾ ആടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ തറവാട്ടിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് വാളും പരിചയമെല്ലാം കൊണ്ട് പോകണം. ഇത് ഉപ്പാപ്പാൻ്റെ വാളാണ്. ഇത് രണ്ട് രീതിയിലുള്ള വാളുകളുണ്ട്, ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഒരു വാൾ അതാടെ കുത്തക്ക് വെച്ചിട്ട് അതാണ് ഇപ്പോൾ ഇവിടെ ഈ ബാധകളെല്ലാം അറവിൻ്റെ സമയമുണ്ട്. ഞങ്ങളെ തക്ബർ ചൊല്ലിയിട്ട് അറക്കും. അപ്പോൾ ചിലപ്പോൾ വാള് നമ്മൾ എടുക്കേണ്ടി വരും. വാള് കാണിച്ചാൽ മതി, അപ്പോൾ തന്നെ അത് ഒഴിവായി പോകും. അപ്പോൾ ആ രീതിയിലെല്ലാം കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാം ഇവിടുത്തെ ശക്തിയാണ് ചെയ്യുന്നത്. നമുക്കായിരിക്കും ഒന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ചോളാം. അപ്പോൾ അവിടെ നിന്ന് അറിയിക്കും. അവരവരെ വിശ്വാസം അവരവർ കൊണ്ട് നടക്കുന്നു. അതിനാരും എതിർ പറയാൻ പാടില്ല. ഇല്ലെങ്കില്ല, അവർക്ക് വേണ്ട, ഉള്ളവർക്കുണ്ട്. അപ്പോൾ അതില്ല, ഞാൻ പോകുന്ന എൻ്റെ റൂട്ടിൽ പോയാൽ മതി, അതില്ല എന്ന് ഞാൻ പറയണ്ട. അത് അംഗീകരിക്കുന്ന ആൾ അത് കൊണ്ട് നടത്തും. നമ്മൾ നിർബന്ധിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളൊരു വിഷമത്തിൽ വരുമ്പോൾ നിങ്ങളൊരു 2-3 പ്രാവശ്യം നിങ്ങൾ വന്നോളി, നിങ്ങളെ കാര്യങ്ങൾ അനുകൂലമാവും എന്നേ നമ്മൾ പറയുന്നുള്ളൂ.
കളരിയുപ്പൂപ്പൻ്റെ പള്ളിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത്. പരസ്പരം കണ്ടാൽ രണ്ട് മതസ്ഥർ കണ്ടാൽ തല്ലടിക്കുന്ന ഇന്നത്തെ കാലത്ത് ഇത്രയും മതസൗഹാർദ്ദമായി ജീവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇനിയും ഭക്തിയുള്ളവർ ഭക്തിയുള്ളവരായിട്ട് തന്നെ തുടരട്ടെ, നിരീശ്വരവാദികൾ നിരീശ്വരവാദികളായിട്ടും തുടരട്ടെ. ഇപ്പോൾ നേടൂ ഹീറോയുടെ ഓരോ സ്കൂട്ടർ പർച്ചേസിനും 13,500 രൂപ വരെയുള്ള ഓഫറുകൾ. ആസ്റ്റർ കാർഡിയാക് സയൻസസ് അവതരിപ്പിക്കുന്നു ഹാർട്ട് ആന്തം, നിങ്ങളുടെ ഹൃദയത്തെ ആരോഗ്യവാനാക്കാൻ ഒരു മ്യൂസിക്കൽ ഡെഡിക്കേഷൻ.